രാഹുൽ ഗാന്ധി വീണ്ടും ഇലക്ഷൻ കമ്മീഷനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അതിലേക്ക് വരാം. എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ കള്ളക്കളി നമുക്കൊന്ന് പൊളിക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കഥ ഒരു പോസ്റ്റ് വായിക്കാം. ലവ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വ്യാജ പേരിലാണ്, മുഖം പുറത്ത് കാണിക്കാൻ ധൈര്യമില്ലാത്ത ഏതോ ഒരു കക്ഷി എഴുതിയിരിക്കുന്നൊരു പോസ്റ്റാണ്. 22% വോട്ട് കിട്ടിയ RJDക്ക് 27 സീറ്റ് ബീഹാറിൽ, 18% കിട്ടിയ JDUവിന് 83 സീറ്റ്, 20% കിട്ടിയ BJPക്ക് 91 സീറ്റ്. ഗ്യാനേഷ എന്നാണ് പോസ്റ്റ് പറഞ്ഞത്. ശരിയാണല്ലോ ആലോചിക്കുമ്പോൾ. 22% RJD കിട്ടി, തേജസ്വിയുടെ പാർട്ടിക്ക് 27 സീറ്റ് കിട്ടി. 27 സീറ്റ്, 22% കിട്ടിയവർക്ക് 27 കിട്ടിയുള്ളൂ. 18 കിട്ടിയ JDUവിന് 83 കിട്ടി, 20 കിട്ടിയ BJPക്ക് 91 സീറ്റ് കിട്ടി. ശരിയാണല്ലോ, എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിന് നമ്മുടെ യുവരാജ് ഗോൽ, BJPയുടെ യങ് ടർക്ക് എന്ന് പറയാവുന്ന യുവരാജ് ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്ര കിട്ടി? പാർലമെൻറ്റിലാണ് 20% കിട്ടിയത്, 13% വോട്ടാണ് കിട്ടിയത്. കിട്ടിയ സീറ്റ് മൊട്ട. ഇയാൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഈ ശതമാനക്കണക്കനുസരിച്ച് സീറ്റ് കിട്ടണ്ടേ. 13% വോട്ട് കിട്ടിയപ്പോൾ BJPക്ക് 0 കിട്ടി. അതേ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കിട്ടിയത് 8% വോട്ടാണ്. കേരളത്തിൽ 8% വോട്ടാണ് മുസ്ലിം ലീഗിന് കിട്ടിയത്. 15 MLA വരെ കിട്ടി. ഇനി CPIക്ക് കിട്ടിയത് 7% വോട്ടാണ്, 17 MLA കിട്ടി. കേരള കോൺഗ്രസ് മാണിക്ക് 3.2% വോട്ടാണ് കിട്ടിയത്, 5 MLA കിട്ടി. JDSനും 1.28 കിട്ടി, നമ്മുടെ ശ്രേയംസിൻ്റെ ഒക്കെ പാർട്ടിക്ക് 2 MLA കിട്ടി. അപ്പോൾ 13% കിട്ടിയ BJPക്ക് 0 വോട്ട് കിട്ടിയത് 0 സീറ്റ് കിട്ടിയത് എന്ത് ന്യായമാണ്? ശരിയല്ലേ? ഈ പെർസെൻറ്റേജും സീറ്റും തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നതിനകത്തൊരു കുഴപ്പമുണ്ടേ. ഇപ്പോൾ BJPയുടെ വോട്ട് ബീഹാറിൽ 20% എന്നാണ് തോന്നും. അങ്ങനെയല്ല. BJP എന്ത് ചെയ്യുന്നു? BJP ആകെയുള്ള സീറ്റുകളിൽ പകുതി സീറ്റുകളിലെ മത്സരിച്ചുള്ളൂ. ബാക്കി സീറ്റുകൾ ആർക്ക് കൊടുത്തു? സഖ്യകക്ഷികൾക്ക് കൊടുത്തു. അപ്പോൾ ആകെ കൂട്ടുന്നത് BJP മത്സരിച്ച സീറ്റുകളിലെ പെർസെൻറ്റേജ് മാത്രമേ BJPയുടെ വോട്ടായിട്ട് കൂട്ടത്തുള്ളൂ. ബാക്കിയുള്ള BJPയുടെ ആയിട്ട് എങ്ങനെ കൂട്ടും? അതാണ് JDUവിന് 87 സീറ്റ് കിട്ടി, 18%. ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന CPIക്ക് 7% വോട്ട് കിട്ടി, 17 MLA കിട്ടി. അത് CPI മത്സരിച്ച മണ്ഡലങ്ങളിലെ വോട്ടുകൾ മാത്രമേ കൂട്ടുള്ളൂ. CPIയുടെ സ്ഥാനാർത്ഥികൾക്ക് ആ ചിഹ്നത്തിൽ കിട്ടിയ വോട്ടാണ് പെർസെൻറ്റേജായിട്ട് കൂട്ടുന്നത്. അതെ. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഈ പറഞ്ഞതുപോലെ 8% വോട്ട് കിട്ടി. മുസ്ലിം ലീഗിന് 8% വോട്ടല്ല സത്യത്തിലുള്ളത്, കൂടുതലുണ്ട്. കുറച്ചുകൂടെ 1-2% കൂടെ ഉണ്ട്. പക്ഷേ മറ്റിടത്ത് അവരുടെ വോട്ടുകൾ ആർക്കാണ് പോകുന്നത്? CPM കോൺഗ്രസ്സിന് ഒക്കെ ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ BJPയുടെ 20% കഴിഞ്ഞിട്ടുള്ള ബാക്കി വോട്ടുകൾ BJPയുടെ സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ മത്സരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് BJP JDUവിന് വോട്ട് ചെയ്യും. അത് JDUവിൻ്റെ അക്കൗണ്ടിലേ കൂട്ടത്തുള്ളൂ. ഇതാണ് കണക്ക്. ഇതറിയാൻ വയ്യാത്ത ആളുകളാണ് ഇങ്ങനത്തെ പോസ്റ്റ് ഇടുന്നത്. അറിയാൻ വയ്യാത്ത ആളുകളാണെന്നുള്ളത് ഞാൻ പിൻവലിച്ചോട്ടെ. അറിയാവുന്ന ആളുകളാണ്. മൊത്തത്തിൽ എന്തോ കുഴപ്പമുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഓരോ ഉടായ്പ പരിപാടി. അപ്പോൾ ഗ്യാനേഷ് കുമാർ വന്നതിന് ശേഷം BJPയെ വല്ലാതെ സഹായിക്കുന്നു എന്നല്ല പറയുന്നത്. എനിക്ക് നേരെ വ്യത്യസ്തമായ അഭിപ്രായം. ഗ്യാനേഷ് കുമാർ വന്നതിന് ശേഷം BJPക്ക് വലിയ ക്ഷീണം ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം മന്ത്രിസഭയിൽ 300 സീറ്റ് ഉണ്ടായിരുന്നു. ഗ്യാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷണറായി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? BJPയുടെ സീറ്റുകൾ കുറഞ്ഞു, 240 വോട്ട് ചോരിയോ EVM അട്ടിമറിയോ ഒക്കെ നടത്താൻ BJPക്ക് ശേഷിയുണ്ടെങ്കിൽ BJP മിനിമം 300 സീറ്റെങ്കിലും കിട്ടാനുള്ള അട്ടിമറി നടത്തതല്ലേ? അതെ. അപ്പം EVMൻ്റെ അട്ടിമറി, വോട്ട് ചോരി അവിടെ നിൽക്കട്ടെ. പക്ഷേ ഗ്യാനേഷ് കുമാർ ആണ് ഇപ്പോൾ കളിക്കുന്നത്. ഈ വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പം ഇപ്പം മിണ്ടാൻ പറ്റില്ല. കാരണം കോടതി പറഞ്ഞു മിണ്ടി പോരെന്ന് പറഞ്ഞു. കുറേ പ്രാവശ്യം നാടൻ നടത്തി നാടകമൊക്കെ പൊളിഞ്ഞു, ഇനി മിണ്ടരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് അത് മിണ്ടില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ എന്ത് സഹായിച്ചു? ഗ്യാനേഷ് കുമാർ സഹായിച്ചെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടണമായിരുന്നു. BJPക്ക് ഗ്യാനേഷ് കുമാർ വന്നപ്പോൾ BJPയുടെ സീറ്റുകൾ 300-ൽ നിന്ന് 240 കുറഞ്ഞു, 60 സീറ്റ് കുറഞ്ഞു. 2 സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി മാത്രം ഭരണം നടത്താൻ പറ്റുന്ന അവസ്ഥയിലേക്ക്, ദയനീയാവസ്ഥയിലേക്ക് എത്തിച്ചത് അല്ലയോ രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരെ, ഈ പറയുന്ന ഗ്യാനേഷ് കുമാർ എന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തനാണ് എന്ന് BJPക്ക് പറയാൻ പറ്റില്ലേ? പറ്റുമല്ലോ, പറ്റും. ഇനി എന്താ? ഇനി കോൺഗ്രസ്
രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 50. ഇപ്പം എത്രയുണ്ട്? 99. അപ്പോൾ ജ്ഞാനേഷ് കുമാർ വന്നപ്പം ആരെ സഹായിച്ചു? കോൺഗ്രസിനെ സഹായിച്ചു. അതായത് 50% സീറ്റുകൾ കൂടുതൽ കിട്ടുന്ന തരത്തിലേക്ക് കോൺഗ്രസ് വളർന്നു. 50 100% സീറ്റ് കിട്ടുന്ന തരത്തിലേക്ക് 50 സീറ്റുകളോളം കിട്ടുന്ന തരത്തിലേക്ക് ജ്ഞാനേഷ് കുമാർ കോൺഗ്രസിനെ സഹായിച്ചു. ഇനി നോക്കൂ, കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തി. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പം കാശ്മീരല്ലേ BJPക്ക് ജയിക്കേണ്ടിയിരുന്നത്. കാരണം ഞങ്ങൾ 370 എടുത്തു കളഞ്ഞതുകൊണ്ട് 370 എടുത്ത് കളയാനുള്ള ഞങ്ങളുടെ തീരുമാനം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കാശ്മീരിൻ്റെ ഭരണം പിടിക്കണമായിരുന്നു BJPക്ക്. അത് തൊലച്ചു കളഞ്ഞത് ആര്? ജ്ഞാനേഷ് കുമാർ. BJPക്കാർക്ക് പറയാം ജ്ഞാനേഷ് കുമാർ തൊലച്ചു കളഞ്ഞു. അല്ലെങ്കിൽ BJP ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടി BJP അധികാരത്തിൽ വരണ്ടായിരുന്നു. നശിപ്പിച്ചു. ഇനി തീർന്നില്ല. ഇതെല്ലാം മാർച്ച് 2024 ശേഷം ജ്ഞാനേഷ് കുമാർ വന്നതിന് ശേഷമാണെന്ന് ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന ഡാറ്റാസ് ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആൾ തെരഞ്ഞെടുപ്പ് ഒരു കോൺഗ്രസ്സുകാരനെ പോലെ പ്രവർത്തിക്കുന്നു, അല്ല BJPക്കാരനെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷണറെ നിയമിച്ചുകൊണ്ടിരുന്ന ആരാണെന്നറിയോ? മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി നിയമിക്കുന്ന ആൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാവും. അങ്ങനെയായിരുന്നു ഇക്കാലം അത്രയും വന്നിരുന്നത്. ഈ സമീപകാലത്തല്ലേ മാറിയിട്ട് ഒരു ബോഡി നിശ്ചയിക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷണറെ മോദിക്കിഷ്ടമുള്ള ആളെ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന ആ കാലം വരെ ഇലക്ഷൻ കമ്മീഷണറെ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് നിയമിച്ചിരുന്നത്. അതും മാറിയിട്ട് 2-3 പ്രതിപക്ഷ നേതാവും മുതിർന്ന മന്ത്രിമാരും ഇരിക്കുന്ന ഒരു ബോഡി തീരുമാനിക്കുക എന്നുള്ള സുതാര്യമായ സംവിധാനം കൊണ്ടുവന്നത് നിങ്ങൾ ഈ പറയുന്ന നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആരാണ് കൂടുതൽ ഉദാരമായി ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടച്ചു വാർത്തതെന്ന് ചോദിച്ചാൽ മോദിയാണ്. മോദിയുടെ കാലത്താണ് എന്ന് പറയേണ്ടി വരും. പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അതിനകത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് മോദി വെച്ചില്ല, പകരം അമിത്ഷായെ വെച്ചു എന്നൊരു വാദമുണ്ട്. സുപ്രീം കോടതി എന്തായിരുന്നു പറഞ്ഞത്? കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന സംബന്ധിച്ച് ഒരു നിയമം ഉണ്ടാക്കണം, പുതിയ നിയമം കൊണ്ടുവരണം. ആ നിയമം ഉണ്ടാവുന്നതുവരെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി, ചീഫ് ജസ്റ്റിസ് ഏതാണ് അപ് ടു ദാറ്റ്. അത് അങ്ങനെ ഒരു നിയമം ഉണ്ടാവുന്നതുവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന ബോഡി തീരുമാനിക്കാം. സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളങ്ങനെ നിയമം ഉണ്ടാക്കുമ്പോൾ അതിൽ സുപ്രീം കോടതി ജഡ്ജിയെ കൂടെ ഉൾപ്പെടുത്തണം എന്നല്ല പറഞ്ഞത്. അത് വരുന്നത് വരെ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. താൽക്കാലിക സംവിധാനമാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നില്ല. ഇനി സുപ്രീം കോടതിക്ക് അറിയാം, സുപ്രീം കോടതിക്ക് പറയാൻ പറ്റത്തില്ല സർക്കാർ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ, ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ എന്നെ അതിനകത്ത് വെച്ചിരിക്കണം എന്ന് ഒരു നിയമം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല. അത് എക്സിക്യൂട്ടീവിൻ്റെ ചുമതലയാണ്. അപ്പോൾ അതൊരു മാന്യത അവിടെ കാണിച്ചാണ് സുപ്രീം കോടതി. എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിലൊക്കെ ഇടയ്ക്ക് കയറി ഇടപെടുമെങ്കിലും അങ്ങനെ ഇടപെടുന്ന മര്യാദയല്ലെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള കോടതി എന്താ പറഞ്ഞത്? ബദൽ സംവിധാനം ഉണ്ടാകുന്നവരെ താൽക്കാലികമായിട്ടുണ്ടാക്കണം എന്നാ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കി പുതിയ നിയമം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതനുസരിച്ച് ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അതാണ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നത്. സുപ്രീം കോടതി ജഡ്ജിയെ ഒഴിവാക്കി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി. അങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് നിയമമില്ല, നിയമം ഉണ്ടാക്കാനും പറഞ്ഞില്ല. നിയമം ഉണ്ടാക്കുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ സുപ്രീം കോടതിക്ക് അധികാരവുമില്ല. ഇതാണ് ഇപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനോർത്തു നമ്മുടെ നാട്ടിലെ ദിനപത്രങ്ങളെല്ലാം മനോരമ പോലും എഴുതിയിരിക്കുന്ന എഡിറ്റോറിയൽ ബീഹാർ വിജയം കണ്ട് പഠിക്കണമെന്നാണ്. ഇനി വീണ്ടും എല്ലായിടത്തും തോറ്റമ്പിപ്പോയി. ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നു. ഒമർ അബ്ദുള്ളയുടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അല്ലേ, ഒമർ അബ്ദുള്ള ഇവരുടെ ഇന്ത്യ മുന്നണിയിലെ പാർട്ട്ണറാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ വോട്ട് ചോരിയൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു സാധനമുണ്ട്. ആൻറ്റി ഇൻകംബൻസി, അതായത് സർക്കാരിനെതിരായുള്ള പ്രതിഷേധമില്ലാതെ നിതീഷ് ബാബു എങ്ങനെ വീണ്ടും തെരഞ്ഞെടുപ്പ് ജയിച്ചു? അതൊരു മാജിക്കാണ്. സ്ത്രീകളെ, അടിസ്ഥാന വർഗത്തെ എല്ലാം കൂട്ടി നിർത്തി നാട്ടിൽ വികസനമുണ്ട്. ബീഹാർ സ്വർഗമൊന്നും ആയിട്ടില്ല, പക്ഷേ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒക്കെ കൊണ്ടുവന്നിട്ട് ബീഹാർ സോഷ്യൽ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കേണ്ടതാണെന്നാണ് വളരെ ഉത്തരവാദിത്തോടെ ഇന്ത്യ മുന്നണിയിലെ അംഗമായിരിക്കുന്ന ഒമർ അബ്ദുള്ള പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ പറഞ്ഞത് ആകെ വോട്ടർമാർ ഇത്രയായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ 3 ലക്ഷം വോട്ടർമാർ കൂടി. ശരിയാണ്, വോട്ടർ പട്ടികയിൽ 3 ലക്ഷം വോട്ടർമാർ കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് ക്രമക്കേടല്ലേ? അങ്ങനെയല്ല സാർ. നമ്മുടെ തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള
അവസാന തീയതിയുടെ 10 ദിവസം മുമ്പ് വരെ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം, ഏതൊരാൾക്കും ചേർക്കാം. അത് ബീഹാറിൽ ഒക്ടോബർ 1 ഒക്ടോബർ 1 വന്നിട്ടുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് അവർക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 ലക്ഷം പുതിയ വോട്ടർമാർ വന്നത്. ഇത് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. നമ്മുടെ കേരളത്തിലും ഇലക്ഷൻ നടക്കുമ്പോൾ നോമിനേഷൻ ഫയൽ ചെയ്യാനുള്ള അവസാന ദിവസത്തിന് 10 ദിവസം മുമ്പ് വരെ നമുക്ക് പുതിയ വോട്ടർമാർക്ക് അപേക്ഷിക്കാം. കാരണം പരമാവധി ആളുകൾക്ക് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അധികാരം കൊടുക്കണമെന്ന് വെച്ച് പണ്ടേ ഉണ്ടാക്കിയ നിയമത്തില്ല, നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ല. ആ നിയമപ്രകാരം 3 ലക്ഷത്തോളം ആളുകൾ പുതുതായി അപേക്ഷിച്ചു, അവർക്ക് വോട്ട് കൊടുത്തു. അത് ഈ രാജ്യത്തെ നിലവിലുള്ള നിയമപ്രകാരം നടന്നതാണ്. അപ്പോൾ ആ ഭാഗം പറയാതെ, ഇതിന് വ്യവസ്ഥയുണ്ട് എന്നത് പറയാതെ, അത്രയും പുതിയ വോട്ടർമാർ വന്നു എന്ന് പറയാതെ, എന്തോ ഒരു കുഴപ്പം, ആകെ വോട്ടർമാർ ഇത്രയേ ഉള്ളൂ, എണ്ണിയപ്പോൾ ഇത്ര കൂടി, അത് പുറത്തുനിന്ന് ആരെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചതാണെന്ന് പറയുന്ന ഒരു നാരേറ്റീവ് ഉണ്ടാക്കുകയാണ്. വ്യാജം മാത്രം പറയും. ഒരു കാര്യം ഉറപ്പായി, 95 തെരഞ്ഞെടുപ്പുകളാണ് രാഹുൽ ഗാന്ധി നയിച്ച് തോറ്റത്. ഇപ്പോഴും ഈ നേതാവിനെയും അയാളുടെ സഹോദരിയും ബോബനും മോളിയും ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല എന്ന് തിരിച്ചറിയാൻ ഇവർ തയ്യാറാവുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഇപ്പോൾ ഈ വെള്ളത്തിൽ ചാടി മീൻ പിടിച്ചതുകൊണ്ട് വോട്ട് കിട്ടത്തില്ല. കാരണം ഇവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ അവിടെ ഒരു വീഡിയോ കണ്ടത്, മീഡിയ ഫണ്ടിൻ്റെ റിപ്പോർട്ടർ ചോദിക്കുന്നു, അറിയാമോ രാഹുൽ ഗാന്ധി അറിയാമോ, കോനെ എന്ന് ചോദിക്കുന്നു. മോദിജിക്കോ മാലും, മോദിജിക്കോ മാലും എന്ന് പറയുന്നത്. നിതീഷ് മാലും നിതീഷ് എന്തോ പറയുന്നു, നിതീഷിനെ മനസ്സിലാവും, നിതീഷ് ബാബുക്കോ മാലും എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിയെ ബീഹാറിലെ സാധാരണ ജനത്തിന് അറിയില്ല. അന്ന് മറ്റേ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ഇടയ്ക്കിങ്ങനെ ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് കയറി വന്നല്ലോ, 91 എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇങ്ങനെ അർമാദിച്ച് ചാടി മറിഞ്ഞ മറ്റേ പരുത്തി സ്മൃതി അവരൊക്കെ കൂടെ ചേർന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടിയ ഒരു നിമിഷം ഉണ്ടായിരുന്നു. അപഹാസ്യമായ നിമിഷത്തിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാവുന്നുണ്ട്. ആ സമയത്ത് പറയുന്നു, കോൺഗ്രസ് ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഒന്ന് കൈത്താങ്ങ് കൊടുത്തിരുന്നെങ്കിൽ, അതായത് ഒന്നുറക്കെ നീ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ എണീറ്റ് വീട്ടിൽ പോയനല്ലോ എന്ന് പറയുന്ന ആ ഡയലോഗ് പോലെ, ഒന്ന് കൈത്താങ്ങ് കൊടുത്തിരുന്നെങ്കിൽ തേജസ്വി സത്യപ്രതിജ്ഞ. അതിന് കോൺഗ്രസ് ഇല്ലടേ അവിടെ, പിന്നെ എങ്ങനെ താങ്ങാനടേ? 6 സീറ്റ് ദേശീയ പാർട്ടി. അപ്പോൾ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ കൊള്ള.